എല്ലാവർക്കും സ്വാഗതം. അക്ഷതയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൾക്കൂട്ടം അക്രമാസക്തമാവുന്ന വർത്തമാനങ്ങൾ കേരളം കേൾക്കുന്നത് ആദ്യമായിട്ടല്ല. അത് ഒരുപക്ഷെ ആൾക്കൂട്ടത്തോളം തന്നെ പഴക്കമുണ്ടാവും. പക്ഷേ പുതിയ കാലത്ത് വാർത്തകൾ കുറെ കൂടി സജീവമായതുകൊണ്ടും അത്തരത്തിലുള്ള ആൾക്കൂട്ട അക്രമാസക്തി വേഗം തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടിയിൽ മധു എന്ന ആദിവാസി യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് ഒരു കൂട്ടം മനുഷ്യർ തല്ലിക്കൊന്നു. അന്ന് കേരളം ഒന്നോടെ ആ സംഭവത്തിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. എത്ര പ്രതികരിച്ചാലും നിരപരാധിയും നിഷ്കളങ്കനുമായ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ അവിടെ തീർന്നു. ജീവനും ജീവിതവും അപഹരിച്ച മനുഷ്യർ സാക്ഷരരും വിവേകികൾ എന്ന് സ്വയം വിശ്വസിക്കുന്നവരുമായ മലയാളികൾ തന്നെയായിരുന്നു. കുറച്ചു വർഷങ്ങൾക്കിപ്പുറം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട്ട് ഒരു കൂട്ടം മനുഷ്യർ തങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനെ വീണ്ടും മർദ്ദിച്ച് കൊന്നു. കേരളത്തിൻ്റെ പ്രതികരണശേഷി കുറഞ്ഞു വന്നതാണോ, അതോ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധം ആ മനുഷ്യൻ നിങ്ങളുടെ ആരും അല്ലാത്തതാണോ എന്നതാണ് എന്നെ ഏറ്റവും അധികം അമ്പരപ്പിച്ചത്. കാരണം വാർത്താമാധ്യമങ്ങളിൽ 1-2 ദിവസം ചർച്ച ചെയ്യപ്പെട്ട ആ വിഷയം കേരളത്തിൻ്റെ സാംസ്കാരിക പ്രബുദ്ധ ബോധ്യങ്ങളിൽ ഒരു ഇല കൊഴിഞ്ഞു വീഴുന്ന അത്ര പോലും നടുക്കം സൃഷ്ടിച്ചില്ല. എത്ര ഭയാനകമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ ജീവിക്കുവാനും തൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും വേണ്ടി തൊഴിൽ തേടി കേരളത്തിലേക്ക് വന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കുറേ പേർ അവർക്ക് അയാളെക്കാൾ എന്താണ് അധികമായി ഉള്ളത്? സമ്പത്ത്, അധികാരം, ശക്തി, അതെല്ലാം ഒത്തുചേർന്ന് ഉണ്ടാവുന്ന ധാർഷ്ട്യം. അങ്ങനെ ഒരു കൂട്ടം അവരെ നമുക്ക് വന്യത, മൃഗീയത എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വനത്തിന് അതുപോലെയുള്ള ക്രൗര്യമോ മൃഗങ്ങൾക്ക് അതുപോലെയുള്ള ആൾക്കൂട്ടരതിയോ ഇല്ല എന്നതാണ് വാസ്തവം. മൃഗങ്ങൾ വിശക്കുമ്പോഴാണ് വേട്ടയാടുന്നത്. അല്ലാതെ വെറുതെ ഒരു തമാശയ്ക്ക് കൂട്ടം ചേർന്ന് എതിരായി നിൽക്കുന്ന ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ എതിരെ പോകുന്ന ഒരു മനുഷ്യനെ സന്ദേഹത്തിൻ്റെ പേരിൽ, സംശയത്തിൻ്റെ പേരിൽ അവർ കൊന്നു രസിക്കാറില്ല. അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ആൾക്കൂട്ട അക്രമത്തെ മൃഗീയമായ അക്രമം എന്ന് പോലും പറയാൻ പാടില്ല. അവർ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുകയാണ്. റാം നാരായൺ എന്ന് പറയുന്ന ഛത്തീസ്ഗഡിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ഒരു മനുഷ്യൻ, ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആ മനുഷ്യൻ കേരളത്തിൻ്റെ മണ്ണിലൂടെ നടന്നത്. തിരിച്ചു പോയത് അയാളുടെ ചേതന അറ്റ ശരീരമാണ്. അതൊരു സ്വാഭാവികമായ മൃത്യു ആയിരുന്നില്ല. ഒരു കൂട്ടം മനുഷ്യർ അയാളുടെ ജീവൻ എടുക്കുകയായിരുന്നു. ആൾക്കൂട്ടത്തിന് വെറും സംശയങ്ങൾ ആരോപിച്ച് തങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുവാനുള്ള അത്രയും ധൈര്യം കേരളം നൽകുന്നു എങ്കിൽ ആ നാടിനെ ഇപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നുവോ? എങ്കിലത് എന്തൊരു നുണയാണ്, എന്തൊരു ചമൽകൃതമായ ക്ലീശയാണ്. സാംസ്കാരിക നായകന്മാരാരും കവിതാരചനകളുമായി കാവ്യസന്ധ്യകളിൽ ആ മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടി കരയുന്നത് ഞാൻ കേട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എന്നെ അതിശയിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. എന്തുകൊണ്ടാണെന്നോ? ഞാനും ആ മനുഷ്യനെ പോലെ ഒരു പ്രവാസിയാണ്. ജീവിതം തേടി, തൊഴിൽ തേടി ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും അനേക ദൂരങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന ദേശാടന പറവകൾ പോലെയുള്ള മനുഷ്യരാണ് അധികം പേരും. കേരളത്തിൽ പുറത്തെങ്ങും പോകാതെ ധനധാന്യ സമൃദ്ധിയിൽ ജീവിക്കുവാൻ കഴിയുന്നത് കേരളീയരിൽ കുറച്ചു പേർക്കു മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ പ്രവാസ ചരിത്രം ഒന്നെടുത്തു നോക്കിയാൽ അത് സ്വാതന്ത്ര്യാനന്തരത്തിന്, അതായത് സ്വാതന്ത്ര്യ സമരകാലങ്ങൾക്ക് മുമ്പേ തന്നെ
ദേശീയ സ്വാതന്ത്ര്യ സമര കാലങ്ങൾക്ക് മുമ്പേ തന്നെ കേരളം ദേശാടനങ്ങൾക്ക് ഉഴിഞ്ഞു വെച്ച കുറേ മനുഷ്യരുടെ ജീവിതമായിരുന്നു. സിലോണിലേക്കും റങ്കൂണിലേക്കും ബർമയിലേക്കും പല 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 കാലങ്ങളിൽ പല പല മനുഷ്യർ അതിസാഹസികമായി ഇഴഞ്ഞും തുഴഞ്ഞും നടന്നും പറന്നും യാത്രകൾ ചെയ്തതിൻ്റെ ബാക്കി പത്രങ്ങളാണ് കേരളത്തിൽ ഇന്നു കാണുന്ന സമ്പൽ സമൃദ്ധികളെല്ലാം. അത് നിങ്ങൾ നിഷേധിക്കരുത്. തികച്ചും കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു നാട് ഇന്ന് അത് ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി കഴിഞ്ഞു. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഇന്ന് അവിടെ 1%, 5% മാത്രമേ കാണൂ. വലിയ ഒരു വിഭാഗം ഇന്നും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയെ താങ്ങി നിർത്തുന്നത് പ്രവാസി സമൂഹമാണ്. ഈ പ്രവാസി സമൂഹം എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലേക്ക് പല ദേശങ്ങളിലേക്ക് കുടിയേറിപ്പോയ കേരളത്തിൻ്റെ മക്കളാണ്. അങ്ങനെ അവർ അവിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഓരോ നാണയത്തുട്ടുകളും സ്വന്തം മണ്ണിലേക്ക് സ്വന്തം പ്രിയപ്പെട്ടവരെ താങ്ങി നിർത്തുവാൻ വേണ്ടി അയക്കുന്ന ആ പണമാണ് കേരളത്തിൻ്റെ നട്ടെല്ല്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇന്ന് നിങ്ങൾ കാണുന്ന വികസനങ്ങളും സമൃദ്ധിയും ഉണ്ടായി വരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം ഉണ്ടായി വരുമ്പോഴേക്കാണ് അവിടേക്ക് ഇന്ത്യക്ക് അകത്തുനിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മനുഷ്യർ തൊഴിൽ തേടി വരുന്നത്. ഒരു കാലത്ത് കേരളം ഇന്ത്യയുടെ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലേക്ക് ബോംബെ, കൊൽക്കത്ത, ദില്ലി ഇങ്ങനെ പല പല ഭാഗങ്ങളിലേക്ക് ജോലിക്ക് പോയി. അന്ന് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക, ഷോർട്ട് ഹാൻഡ് പഠിക്കുക, തൊഴിൽ തേടി പോവുക, അങ്ങനെ ഒരു മനുഷ്യർ ഉണ്ടായിരുന്നു. അത് പിന്നീട് വാഗ്ദത്ത ഭൂമി പോലെ പല രാജ്യങ്ങളിലേക്ക് വികസിച്ചു. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റം. ഇത്രയെല്ലാം കുടിയേറ്റ ചരിത്രവും വർത്തമാനവും ഉണ്ടായിരിക്കെയാണ് മലയാള നാട്ടിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്നും വരുന്ന മനുഷ്യരെ ഒറ്റ വാക്കിൽ അധിക്ഷേപിച്ചും അവഹേളിച്ചും ഇതാ ഇപ്പോൾ അടുത്തയിടെ വെറും സംശയം ആരോപിച്ച് തല്ലിക്കൊന്നും പ്രബുദ്ധ കേരളം ആഘോഷിക്കുന്നത്. നിയമം കയ്യിലെടുക്കുവാൻ ആൾക്കൂട്ടത്തിന് മടിയില്ലാത്ത ഒരു നാട് എന്ന് പറയുമ്പോൾ മറ്റൊരു മനുഷ്യൻ്റെ ദുരന്തം കണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിസ്സംഗരായി ഇരിക്കുവാൻ കഴിയുന്നത്? ഇതേ ആൾക്കൂട്ടം 3, 4, 5 മനുഷ്യർ ചേരുമ്പോൾ ഭീകരമായ ഒരു ആൾക്കൂട്ടം വിന്യസിക്കപ്പെടുകയും അവർക്ക് ആരെയും അവരുടെ കണ്ണിന് ശരിയല്ല, ചൊവ്വേ നേരെ അല്ല എന്ന് തോന്നുന്ന രീതിയിൽ ശരീരഭാഷ കൊണ്ടോ ഉടുത്തുകെട്ടുകൾ കൊണ്ടോ അവരുടെ കണ്ണിന് ശരിയല്ല എന്ന് തോന്നുന്ന ആരെയും അവർക്ക് സംശയിക്കുവാനും തല്ലിക്കൊല്ലുവാനും തോന്നുന്ന രീതിയിൽ ഭീകരമായ ഒരു അരാജകത്വം ഉള്ള ഒരു നാട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യൻ്റെ ദുരന്തത്തെ നോക്കി അതെന്നെ ബാധിക്കില്ല, അതെൻ്റെ വിഷയമല്ല എന്ന് നിസ്സംഗരായി ഇരിക്കുന്നത്? ആ മനുഷ്യൻ, ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന റാം നാരായൺ എന്ന മനുഷ്യൻ നിങ്ങളുടെ ആരുടെയും സ്വത്ത് അപഹരിച്ചിട്ടില്ല, നിങ്ങളോട് ആരോടും ഒന്നിനും ഇരുന്നിട്ടില്ല, നിങ്ങളുടെ സ്വസ്ഥതയെ ആ മനുഷ്യൻ തകർത്തിട്ടുമില്ല. എന്നിട്ടും ആ മനുഷ്യൻ, അയാൾക്ക് വിശക്കുന്നുണ്ടോ, അയാൾക്ക് ദാഹിക്കുന്നുണ്ടോ, എത്ര ദിവസമായി ആ മനുഷ്യൻ എന്തെങ്കിലും കഴിച്ചിട്ട് ഉണ്ടു നിറഞ്ഞ് ഏമ്പക്കം വിട്ട് രസവർത്തമാനങ്ങൾ പറഞ്ഞ് തിമർക്കുന്ന ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യനെങ്കിലും, മനുഷ്യൻ, അവരൊന്നും മനുഷ്യരല്ല, രാക്ഷസന്മാരാണ്, രക്ഷസുകളാണ്, ഒരു മനുഷ്യനെങ്കിലും അയാൾക്ക് വിശക്കുന്നുണ്ടോ, മനുഷ്യ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കാമായിരുന്നില്ലേ? ഭാഷ അറിയാതെ, വഴി അറിയാതെ, ഒരു തൊഴിൽ തേടി മലയാള മണ്ണിലേക്ക് വന്ന ഒരു മനുഷ്യൻ, അയാളുടെ തോൾ നുകത്തിൽ അയാളുടെ ഒരു കുടുംബമുണ്ടായിരുന്നു. ആ വലിയ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടി മലയാള മണ്ണിലേക്ക് വന്ന ഒരു മനുഷ്യൻ ദയനീയമായി അടഞ്ഞ നിലവിളികളോടെ
ചേതനയറ്റ ശരീരവുമായി തൻ്റെ നാട്ടിലേക്ക് നിങ്ങൾ മടക്കി അയച്ചു. അവരെ ആരാണ് ശിക്ഷിക്കാൻ? അവരെ ആരെങ്കിലും ശിക്ഷിക്കുവാൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്താണെന്നറിയുമോ? ആൾക്കൂട്ടമല്ലേ. ആൾക്കൂട്ടത്തിന് മുഖം ഇല്ലല്ലോ. ആൾക്കൂട്ടത്തിന് മുഖം ഇല്ല. ആൾക്കൂട്ടത്തിന് പേര് ഇല്ല. ആൾക്കൂട്ടത്തിന് രൂപമില്ല. പേരും രൂപവും എല്ലാം ഉള്ളത് ആൾക്കൂട്ടത്തിൻ്റെ ക്രൂരമർദ്ദനമേറ്റ് ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ പാവം മനുഷ്യന് മാത്രമാണ്. എത്ര കഷ്ടമാണ്, എത്ര കഷ്ടമാണ് പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന മലയാളികളുടെ വർത്തമാനം. തൊഴിൽ തേടി വന്ന ഒരു മനുഷ്യൻ. ഇപ്പോഴും നമ്മുടെ ചുറ്റുപാട് കേരളം അതിൻ്റെ വർത്തമാനത്തിൻ്റെ പൽചക്രങ്ങൾ കറങ്ങണമെങ്കിൽ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും മറ്റും വന്ന് ചേർന്ന ഇതുപോലെയുള്ള ഒരുപാട് മനുഷ്യരുടെ അഹോരാത്ര പ്രയത്നങ്ങൾ വേണം. എങ്കിൽ മാത്രമേ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ ഉയരുകയുള്ളൂ. അവരുടെ വിയർപ്പു തുള്ളികൾ പാകിയ മണ്ണിലൂടെ നടന്നിട്ടാണ് അവരെ നിങ്ങൾ കളിയാക്കുന്നത്. അവരെ അലങ്കരിച്ച ഭാഷയിൽ പറയും അതിഥി തൊഴിലാളികൾ എന്നല്ല. പക്ഷേ അവർ അഗതി തൊഴിലാളികൾ മാത്രമാണ് നിങ്ങളുടെ ബോധ്യങ്ങളിൽ. ഒരു ഗതിയും പരഗതിയുമില്ലാതെ അലഞ്ഞു തിരിയുന്നവർ. അങ്ങനെയുള്ളവർക്ക് സദ്ഗതി കൊടുക്കുകയാണ് നിങ്ങൾ. എങ്ങനെയാ സദ്ഗതി കൊടുക്കുന്നേ? എന്തിനാ വിഷമിക്കുന്നേ? ഒറ്റയടി. ജീവിച്ചിരിക്കുമ്പോഴേ വിഷമങ്ങളുള്ളൂ. മരിച്ചുപോയാൽ പിന്നെ വിഷമങ്ങളൊന്നുമില്ലല്ലോ. സദ്ഗതി, മോക്ഷം. ആൾക്കൂട്ട അക്രമത്തിൻ്റെ ഇരകളായി പോകുന്ന മനുഷ്യരുടെ ആത്മാക്കൾ ആൾക്കൂട്ടത്തെ വെറുതെ വിടില്ല. വെറുതെ വിടുമോ? മഴയിൽ, കാറ്റിൽ, വെയിലിൽ ആത്മാക്കളുടെ കരച്ചിൽ ആൾക്കൂട്ടത്തോട് ചോദിക്കും. വെറും സംശയത്തിൻ്റെ പേരിൽ ഒരു കുറ്റവും ചെയ്യാതെ നിങ്ങളുടെ കണ്ണുകളിലെ ദുഷ്ടത, നിങ്ങളാണ് കുറ്റം ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ കരുതുന്നു എല്ലാവരും കുറ്റക്കാരാണ് എന്ന്. അങ്ങനെ സംശയം കൊണ്ട് ചാപ്പ കുത്തി നിങ്ങൾ അടിച്ചു കൊല്ലുന്ന ആ നിരപരാധിയായ മനുഷ്യൻ ജീവൻ പോകുന്ന ആ ലാസ്റ്റ് നിമിഷവും, ആ ഹൃദയം സ്പന്ദിച്ച് നിലയ്ക്കുന്ന ആ നിമിഷവും അയാൾ പറഞ്ഞു കാണും, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഉടുത്തുകെട്ടുകൾ പഴഞ്ചനായിപ്പോയി, ശരീരം ദുർബലമായിപ്പോയി, പ്രാണൻ അപ്പോഴും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മെടിക്കുകയാണ്. സുഹൃത്തുക്കളെ, എൻ്റെ ഈ കയ്യിൽ ഞാൻ കരുതിയെത്തുന്ന കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങൾക്ക് വേണ്ടി എന്നെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബം. അവരാണ് ഇത്രയും ദൂരം താണ്ടുവാൻ എനിക്കുണ്ടായിരുന്ന ഏക ബലം. എൻ്റെ ഭൂമി, എൻ്റെ ആകാശം. അവരോട് നിങ്ങൾ എന്തു മറുപടി പറയും? ആ ആൾക്കൂട്ടത്തെ പേരും വിശദാംശങ്ങളും കണ്ടെത്തി അവർക്ക് ഏറ്റവും അർഹിക്കുന്ന ശിക്ഷ നൽകുവാൻ ഇന്നത്തെ കേരളത്തിൻ്റെ വ്യവസ്ഥിതിക്ക് ആവുമെന്ന് നമ്മളിൽ ആരെങ്കിലും പ്രത്യാശിക്കുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ ആസാം പണിക്കാർ എന്ന ഒരു കവിതയുണ്ട്. ആ കവിത ഈ ഒരു ഘട്ടത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. അത് സ്വന്തം നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ, ജോലിയില്ലാതെ, കൂലിയില്ലാതെ, പട്ടിണിയും പരിവട്ടവും പ്രാരബ്ധങ്ങളും സഹിക്കവയ്യാതെ മലയാളം ആസാമിലേക്ക് തൊഴിൽ തേടി പോകുന്നതിൻ്റെ കഥയാണ്. 2 ഭാഗങ്ങളാണ് ആ കവിത. ഒന്ന്, മലയാള നാടിനെ ശപിച്ചും വെറുത്തും ആസാമിലേക്ക് പോകുന്ന മനുഷ്യർ. 2, അവിടെ നിന്നും വേരുറപ്പിക്കാൻ പറ്റാതെ പനി മാത്രം ശേഖരിച്ച് തിരിച്ചു വരുന്ന മനുഷ്യർ. ആ കവിത ഇന്നത്തെ കേരളം ഒന്നുകൂടി ചൊല്ലുന്നതും കേൾക്കുന്നതും നന്നായിരിക്കും. കാരണം വന്ന വഴി മറക്കരുത് കേരളമേ. കേരളം ഇന്ന് ആർജിച്ചിരിക്കുന്ന എല്ലാ സമ്പൽ സമൃദ്ധിയും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. തലമുറകളായി പല കാലങ്ങൾ, പല ദേശങ്ങൾ, പല രാജ്യങ്ങൾ പ്രവാസത്തിൻ്റെ മഞ്ഞും വെയിലും ഉരുകിയും വെന്തും തപിച്ചും തണുത്തും ശേഖരിച്ച് ജന്മനാട്ടിലേക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി അയക്കുന്ന കുറേ മനുഷ്യർ സ്വരുക്കൂട്ടിയെടുത്തതാണ് കേരളം ഇന്ന് കാണുന്ന ആ ഉപഭോക്തൃ സംസ്കാരം എന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് അതിനെ ഉയർത്തിയത്. അതുകൊണ്ടാണ് അതിൻ്റെ വികസനത്തിൻ്റെ പൽചക്രങ്ങൾ കറക്കുവാൻ നിങ്ങളുടെ നാട്ടിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് നിങ്ങൾ ചാപ്പകുത്തുന്ന, അതിഥി തൊഴിലാളികൾ എന്ന് നിങ്ങൾ ചമൽക്കരിക്കുന്ന ആ പാവം മനുഷ്യർ
ഒറ്റയ്ക്കോ കൂട്ടമായോ വന്നു ചേരുന്നത്. അവരെ ഒന്ന് ചേർത്തു പിടിക്കാൻ നിങ്ങൾക്ക് കൈകൾക്ക് വലുപ്പമില്ലെങ്കിലും അവരെ തല്ലിക്കൊല്ലാതിരിക്കുവാനുള്ള മനുഷ്യത്വമെങ്കിലും നിങ്ങൾ കാണിക്കണം. കാരണം ഇന്നും നാളെയും ഇനിയും അങ്ങോട്ടും കേരളത്തിന് പുറത്ത് ഒരു കേരളമുണ്ട്. കേരളത്തിന് പുറത്ത് ഒരു മലയാളം ഉണ്ട്. പ്രവാസത്തിൻ്റെ താപവും പ്രവാസത്തിൻ്റെ അന്നവും ആർജിക്കുവാൻ വേണ്ടി കൂടുവിട്ടു പറക്കുന്ന ദേശാടനത്തിൻ്റെ ഒരു വർത്തമാനം നിലനിൽക്കെയാണ് നമ്മുടെ മണ്ണിലേക്ക് ദേശാടനത്തിന് വന്ന ഒരു മനുഷ്യനെ നിങ്ങൾ തല്ലിക്കൊന്നത്. മറക്കരുത്. റാം നാരായൺ എന്ന ആ മനുഷ്യൻ. മലയാളമേ, ഒരു വലിയ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. എന്തു തെറ്റാണ് ഞാൻ ചെയ്തത്? സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ, ഒരു കുടുംബത്തിൻ്റെ വിശപ്പാറ്റുവാൻ വഴികൾ തേടി തേടി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നിങ്ങൾ പറഞ്ഞ നുണ കേട്ട് വിശ്വസിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നതോ? എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഉത്തരം പറയണം മലയാളമേ.